പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ലഹരിമുക്ത ജീവിതം, ലഹരിമുക്ത ഭവനം, ലഹരിമുക്ത വിദ്യാലയം എന്ന ഒരു വലിയ സത്യമാണ്, കാര്യമാണ്. നാം സ്വീകരിക്കേണ്ട ഒരു പ്രതിജ്ഞയാണ്. ഇക്കഴിഞ്ഞ ജൂൺ മാസം 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുകയായിരുന്നു. നമ്മളുടെ സ്കൂളുകളിൽ, സ്ഥാപനങ്ങളിൽ, പള്ളികളിലൊക്കെ ആ ദിവസമോ അതിനോട് ചേർന്ന ദിവസമോ ഈ ഒരു പ്രതിജ്ഞ സ്വീകരിക്കുന്നതിനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. നമുക്ക് ഇന്ന് പ്രതിജ്ഞാബദ്ധമാവണം. എൻ്റെ ജീവിതം ലഹരിമുക്തമായിരിക്കും, എൻ്റെ ഭവനം ലഹരിമുക്തമായിരിക്കും, എൻ്റെ വിദ്യാലയം ലഹരിമുക്തമായിരിക്കണം. ഇങ്ങനെ ഒരു പ്രതിജ്ഞ സ്വീകരിക്കാനും അല്ലെങ്കിൽ പ്രതിജ്ഞ പുതുക്കുവാനും പ്രതിജ്ഞയിലേക്ക് നമ്മളുടെ സ്നേഹിതരെ നയിക്കുവാനും ഉള്ള ഒരവസരമായി നമുക്കിതിനെ രൂപാന്തരപ്പെടുത്താം. ലഹരിമുക്തമായിരിക്കട്ടെ നമ്മളുടെ സമസ്ത ജീവിതവും. എങ്ങനെയാണ് ലഹരി എന്ന ഒരു വലിയ നീരാളിപ്പിടുത്തം നമ്മളെ വല്ലാതെ വരിഞ്ഞു മുറുക്കുന്നത്? ലഹരി ഉപയോഗിച്ച് അത് ശീലമാക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു? അയാളുടെ ശരീരത്തിൽ ഡോപ്പമിൻ എന്ന രസം ലഹരി ഉപയോഗിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ അധികമായിരിക്കും, ആവശ്യത്തിലും അധികമായിരിക്കും. അത് ഒരു ദിവസം ലഹരി ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഡോപ്പമിൻ്റെ അംശം കുറഞ്ഞു പോകും. ഡോപ്പമിൻ്റെ അംശം കുറഞ്ഞു പോയാൽ വല്ലാതെ ടെൻഷൻ അനുഭവിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് പോകും. പിരിമുറുക്കമുണ്ടാവും. അങ്ങനെ പിരിമുറുക്കം അനുഭവപ്പെടുമ്പോൾ അയാൾ വീണ്ടും ലഹരി ഉപയോഗിക്കുന്നതിന് നിർബന്ധമാവുകയാണ്. പൈസ, ലഹരി ഉപയോഗിക്കുന്നതിനുള്ള പണം കയ്യിലില്ലെങ്കിൽ അത് അപഹരിച്ചെടുക്കാൻ ശ്രമിക്കും. എങ്ങനെയെങ്കിലും അത് വാങ്ങിച്ചുപയോഗിക്കുവാനുള്ള വല്ലാത്ത ഒരു നിലയിലേക്ക് പോകും. ഇതിനാണ് ആസക്തി എന്ന് പറയുന്നത്. ലഹരിയുടെ ഉപയോഗം ആസക്തിയിലേക്ക് നയിക്കുന്നത് ഇങ്ങനെയാണ്. പിരിമുറുക്കം കുറയ്ക്കാൻ വീണ്ടും ലഹരി ഉപയോഗിച്ച് ആസക്തിയിലേക്ക് വഴുതി വീഴുകയായി. അങ്ങനെ അങ്ങ് മുമ്പോട്ട് പോകുന്ന ഒരു ജീവിത രീതി വരുമ്പോൾ അഭിശപ്തമായി പോവുകയാണ് ജീവിതം എന്ന് പ്രത്യേകം നാം ശ്രദ്ധിക്കണം. ഇതിനെതിരെ ശക്തമായ ഒരു തീരുമാനം നാം സ്വീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു കൂട്ടുകാരനെ കണ്ടാൽ അയാളോട് ശാന്തമായി ഉപദേശിക്കണം. അയാളെ നേർവഴിയിലേക്ക് കൊണ്ടുവരുവാൻ പ്രത്യേകം നമ്മൾ അയാളെ ശാന്തമായി ഉപദേശിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രബോധനം നൽകണം. പ്രതിജ്ഞാബദ്ധമാവണം. 2, മറ്റുള്ളവരെ പ്രബോധിപ്പിച്ച് ലഹരിയുടെ ആസക്തിയിൽ നിന്ന് വിമുക്തമാക്കുവാൻ തീർച്ചയായും നമ്മളതൊരു മിഷനായി, ഒരു ദൗത്യമായി, ഒരു നിയോഗമായി അത് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. 3, ഒരു ദുശ്ശീലത്തെ നമുക്ക് അതിജീവിക്കുവാൻ നമുക്ക് എങ്ങനെ കഴിയും എന്ന ചോദ്യം. അതിന് നമ്മൾ നല്ല ശീലങ്ങൾ വളർത്തുകയാണ്. നല്ല ശീലങ്ങൾ വളർത്തുമ്പോൾ ദുശ്ശീലങ്ങൾ ഓടിപ്പൊക്കളയും. നമുക്ക് ഓരോരുത്തർക്കും പലതരത്തിലുള്ള കഴിവുകളുണ്ട്, മികവുകളുണ്ട്, വാസനകളുണ്ട്. അതിനെ പരിശീലനം കൊണ്ട് പ്രോജ്വലിപ്പിച്ച് ജീവിതത്തെ സർഗാത്മകമാക്കുവാൻ, ക്രിയാത്മകമാക്കുവാൻ നമുക്ക് കഴിയും.
അതൊരു മാർഗമാണ്. രണ്ടാമത്തെ മാർഗം, നമുക്ക് സത്സംഗം ഉണ്ടാവണം. സത്സംഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നല്ല ആളുകളുമായുള്ള കൂട്ടായ്മയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അങ്ങനെ നല്ല ശീലങ്ങൾ, യോഗ പരിശീലനം, കായികവും കലാപരവുമായ നമ്മളുടെ നിർലീനമായിരിക്കുന്ന മികവുകളും കഴിവുകളും പ്രോജ്വലിപ്പിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ ക്രിയാത്മകമാക്കുവാൻ കഴിയും. ഇങ്ങനെ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുമ്പോൾ ദുശ്ശീലങ്ങളിലേക്ക് നാം ചാഞ്ഞു പോവുകയില്ല, വഴുതി വീഴുകയില്ല. മാത്രമല്ല, നമ്മളുടെ ജീവിതം അനുഗ്രഹകരമായി സ്വന്തം ജീവിതത്തെ അങ്ങനെ ആസ്വാദ്യകരമാക്കാനും മറ്റുള്ളവർക്ക് നമ്മളുടെ ജീവിതം കൊണ്ട് പ്രയോജനമുള്ളവരായി ജീവിക്കുവാനും നമുക്ക് കഴിയും എന്നുള്ളത് നാം പ്രത്യേകം ഈ അവസരം ഓർക്കണം. ലഹരി മുക്ത സമൂഹം, ലഹരിമുക്ത സഭ എന്നിങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹത്തെ സംബന്ധിച്ചും സഭയെ സംബന്ധിച്ചും കുടുംബത്തെ സംബന്ധിച്ചും വിദ്യാലയത്തെ സംബന്ധിച്ചും നമുക്ക് സ്വപ്നം കണ്ടുകൊണ്ട് വിഭാവനം ചെയ്തുകൊണ്ട് പ്രതിജ്ഞയെടുക്കുവാൻ, മറ്റുള്ളവരെ പ്രബോധനം വഴി ജീവിതത്തിൻ്റെ ക്രിയാത്മകതയിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ, അതോടൊപ്പം തന്നെ നമ്മളിൽ നിർലീനമായിരിക്കുന്ന നല്ല ശീലങ്ങളെ പരിശീലനത്തിലൂടെ മികവുള്ളതാക്കി പ്രോജ്വലിപ്പിച്ച് ജീവിതം വിജയകരമാക്കുവാൻ നമുക്ക് കഴിയും എന്ന് നമ്മൾ പ്രത്യേകം ഓർത്തുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ദുശ്ശീലങ്ങളിലേക്ക്, ലഹരി ഉപഭോഗം എന്ന ദുശ്ശീലങ്ങളിലേക്ക് വഴുതി വീഴാതെ നമ്മളെ തന്നെ സംരക്ഷിക്കാനും ജീവിതം അനുഗ്രഹകരമാക്കുവാനും കഴിയും. നിങ്ങളെ അങ്ങനെ ഒരു ജീവിതം ഉണ്ടാവണം എന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കുവാനുള്ള അവസരമായി നാം ഈ ദിവസങ്ങളെ കാണാം. ദൈവം തമ്പുരാൻ്റെ കൃപ നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.